സുരേഷ് ഗോപി ഇത് അറിയാതെ ഒരു സത്യം പുറത്ത് പറയാം. മുമ്പർക്ക് അറിയാമായിരിക്കുമല്ലോ ഇത്തരം സംഭവങ്ങളൊക്കെ. അപ്പോൾ അറിയാതെ ഒരു സത്യം മാധ്യമങ്ങളുടെ അങ്ങ് തുറന്ന് പറഞ്ഞതാണ്. ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം അധികം ഇങ്ങനെ സാധാരണ മാധ്യമങ്ങളെ കണ്ടാൽ പ്രതികരിക്കുന്നൊന്നുമല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പറയുന്ന പോലെയാണ്. എന്താണ്, കഴിഞ്ഞ ദിവസമാണ് അല്ലേ 2-3 നടന്മാരുടെ, അത് ഈ പറയുന്ന ഭൂട്ടാനിൽ നിന്നുള്ള കാറ് കടത്തുമായി ബന്ധപ്പെട്ടുള്ള കേസാണ്. അത് കസ്റ്റംസ് നേരത്തെ പരിശോധനയൊക്കെ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തുടർ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ED ഇന്നലെ 3-4 നടന്മാരുടെ വീട്ടിൽ ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും അമിത് എന്ന് പറയുന്ന നടന്റെയും ഒക്കെ തന്നെ വീട്ടിൽ പരിശോധന നടത്തിയത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണം വന്നത്. അദ്ദേഹം പറഞ്ഞത്, ഇത് ഈ പറയുന്ന നിലവിൽ കേരളത്തിൽ കത്തി നിൽക്കുന്ന ഈ സ്വർണ്ണപ്പാളി, ശബരിമലയുടെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട ആ ചർച്ചകളെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ്. അപ്പോൾ ആരാണ് ഈ ഗൂഢാലോചന നടത്തുന്നത്? ED ഇവിടെ വരണമെങ്കിൽ അത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്രത്തിന് അനുമതി ഇല്ലാതെ അവർ വരുത്തില്ല. ആഭ്യന്തര മന്ത്രാലയമാണ്, അവരുടെ അനുമതി ഇല്ലാതെ വരുത്തില്ല. അപ്പോൾ സുരേഷ് ഗോപി നേരെ വിരൽ ചൂണ്ടുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് അമിത്ഷായ്ക്ക് നേരെ തന്നെ അദ്ദേഹം വിരൽ ചൂണ്ടുകയാണ്. അമിത്ഷായും ഈ പറയുന്ന കേരളത്തിലെ പിണറായി വിജയനും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു ഗൂഢാലോചന, ആ വിഷയം തേച്ച് മായ്ച്ച് കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നു എന്ന് ഒരു BJP കാരനായിട്ടുള്ള കേന്ദ്രമന്ത്രി തന്നെ ഇത് പറയുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഗൗരവം നമ്മൾ കാണണം. അത് കുറച്ച് കാണരുത്. കാരണം സുരേഷ് ഗോപിയെ പോലെ കേന്ദ്രവുമായിട്ട് ഏറ്റവും അടുത്തുള്ള എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് പറയുന്ന ഒരു വ്യക്തി കൂടിയാണ് സുരേഷ് ഗോപി. അപ്പോൾ നമുക്ക് അതിന്റെ സീരിയസ്നെസ് കളയാതെ തന്നെ ആ വിഷയത്തെ കാണേണ്ടതാണ്. എന്തായാലും ആദ്യം അദ്ദേഹം അത് പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം അത് മാധ്യമങ്ങൾക്ക് തലയിൽ വെച്ച് ചാരാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്, അങ്ങനെയാണ് അദ്ദേഹം